അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ പുത്രൻ്റെ ആദ്യത്തെ ഒരു പടിയാണ് കേട്ടോ. ബാലവാടി പ്രവേശനോത്സവമാണ്. അപ്പോൾ അതാ ബേബിയൊക്കെ നല്ല റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടോപ്പ് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളിയാണ്. പാൻറ്റ് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. വേദുക്കുട്ടൻ്റെ ഡ്രസ്സ് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ വേദുവിനോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ. എൻ്റെ മകൻ്റെ ഫസ്റ്റ് ഡേ ആണ് ബാലവാടിയിട്ട്. വേദു ഇങ്ങോട്ട് എവിടെ കാണാനില്ലല്ലോ, ഇങ്ങോട്ട് വാ, കയറ്. ഇന്ന് ബാലവാടിയിൽ പോവല്ലേ? എന്താ പറയാനുള്ളത്? ഹാപ്പിയാ? ഹാപ്പി. അപ്പൊ ബായ് പറഞ്ഞു. പോയിട്ട് വരാ. കേട്ടില്ലേ? അവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ അതുവരെ. അപ്പോൾ ഒരു 9:45 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓട്ടോയിൽ ആ വഴി പോകുമ്പോൾ ചോദിച്ചു, എന്നാൽ ഞാൻ ആക്കി തരണോ ചോദിച്ചു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ബാലവാടി, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം എന്നാൽ ഞങ്ങളൊന്ന് ആക്കി തന്നോളാൻ പറഞ്ഞു. പേട്ടൻ്റെ കൂടെ ഓട്ടോയിൽ പോയി കേട്ടോ. അപ്പോൾ 17 കുട്ടികളും എന്തോട്ടുണ്ട് കേട്ടോ ബാലവാടി പ്രവേശനോത്സവത്തിന് പ്രാവശ്യം. അപ്പോൾ അതാ കൂട്ടുകാർക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓരോ പോസ്റ്ററും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും വന്നിട്ടില്ല എന്ന്. പക്ഷെ ഉള്ളിൽ ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ബലൂൺ കൊണ്ട് അലങ്കരിക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യാൻ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ, അതാ ഇവിടെ എത്തിയപ്പോൾ അവൻ കണ്ടോ, അമ്മ വേണം എന്ന് പറഞ്ഞു കേട്ടോ. ആ വീട്ടിൽ നിന്നുള്ള ഒരാഴ്ചത്തെയും സ്വഭാവമൊന്നുമല്ല അവിടെ എത്തിയപ്പോൾ. ഇതാണ് നമ്മുടെ ബാലവാടി ടീച്ചർ അജിത മേമ, ഞങ്ങളുടെ റിലേറ്റീവ് ആണ് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരിക്കുമ്പോഴൊന്നും അവന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ പൂവൊക്കെ കൊടുത്തു, ബലൂണൊക്കെ കൊടുത്തു. ഓരോ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളവിടെ കസേരയിലൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ മെമ്പർമാരും ഒക്കെ വരുന്നേ ഉള്ളൂ, അലങ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളൊക്കെ എത്തി. എല്ലാ കുട്ടികൾക്കും പൂവൊക്കെ കൊടുത്തു. പിന്നെ അവിടെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേദുട്ടൻ്റെ ഫോട്ടോ അതാ ബേബി പോയിട്ടെത്തതാ കേട്ടോ. പിന്നെ എല്ലാ മെമ്പർമാരും എല്ലാവരും എത്തി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ കൊടുക്കണത്, ഫോട്ടോയും എല്ലാ കുട്ടികൾക്കും പൂവും കാര്യങ്ങളൊക്കെ കൊടുക്കണത്, വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ അപ്പം എന്നോട് എടുത്ത് ചോദിക്കായിരുന്നു അജിത മേമ. അങ്ങനെ നമ്മുടെ മെമ്പറും എല്ലാ കാലവും എത്തി. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാലവാടിയിൽ എന്നും കുട്ടികളെ വിടണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അവന് 3.5 വയസ്സായി. 3.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവനെ ബാലവാടിയിൽ പോവുക എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ല പറഞ്ഞു കേട്ടോ. ഞാൻ സ്കൂളിൽ മാത്രമേ പോവുള്ളൂ, ബാലവാടി എനിക്ക് പോകാൻ വയ്യ ഇന്നെ അവൻ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് അവൻ പറഞ്ഞു, ഞാൻ ബാലവാടി പോവാം അമ്മയെന്ന് പറഞ്ഞു. നല്ല കുട്ടി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പ്രവേശനോത്സവം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ തീരുമാനം ഇനി എന്താണെന്ന് എനിക്കറിയില്ല. 2ാം തീയതി തൊട്ടിട്ടാണ് ഇനി ബാലവാടി ഡെയിലി പോകേണ്ടത്. അപ്പോൾ അവൻ്റെ കൂടെ ഈ ഫൈഹി ഉണ്ടിട്ട് അടുത്ത വീട്ടിലെ അവളും കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്താവോ എന്തോ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിഠായി, ലഡ്ഡു, കേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വയറ് നിറച്ച് കുട്ടികൾ കഴിച്ചു കേട്ടോ. ഏതോ 2 ലഡ്ഡുയൊക്കെയാണ് എടുത്തത്. അവൻ്റെ കാട്ടിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ 2 ലഡ്ഡു അവ അകത്താക്കുന്നത്. എവിടെ കേക്ക് അവൻ കഴിക്കില്ല. ഇതൊക്കെ 2 എപ്പോഴും അവൻ്റെ കയ്യിൽ വേണം. പക്ഷെ അവനല്ല ആള്, കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പുറത്ത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ട് വേഗം ഇറങ്ങി കേട്ടോ. പിന്നെ എല്ലാറ്റിനും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടി. എന്ത് വാങ്ങാനും കളർ പെൻസിലും അതുപോലെ തന്നെ ബുക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കണ്ടോ ഫസ്റ്റ് തന്നെ ഓടി വരും. അതിനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് അവന്. എന്ത് കാര്യത്തിനും ബാക്കോട്ടൊരു വലിവൊന്നുമില്ല, ഒക്കെ മുന്നിലോട്ടാണ്. മുന്നിലെ വലിവ് കുറച്ച് കൂടുതലാണ്. അതാ കണ്ടോ അവൻ എല്ലാവരും ബുക്കും ക്രയോൺസൊക്കെ വാങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികളോടൊക്കെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. പുറത്ത് നിന്നിട്ട് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അതിനും അവൻ വേഗം കസാരയൊക്കെ ഇട്ടിട്ട് ഇരുന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ അവൻ ഇരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും കണ്ടോ, ഇപ്പോൾ കരച്ചിലും പിഴിച്ചിലൊന്നും കാണില്ല നിങ്ങൾക്ക്. കാരണം ഒന്നുമല്ല, അവരുടെ പാരൻസൊക്കെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വീഡിയോസൊക്കെ എടുത്തുട്ടോ. എനിക്ക് ഈ വീഡിയോ ആരൊക്കെയോ എടുത്തന്നതാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ എല്ലാ പാരൻസും അതുപോലെ തന്നെ അവിടുത്തെ അംഗങ്ങളും ഈ കുറേ പേരൊക്കെ കൂടിയിട്ട് കേട്ടോ ബാലവാടി അലങ്കരിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പുറത്തിവിടെ കളിക്കാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കുറച്ച് നേരം കളിച്ചു. ഇതിൽ എപ്പോൾ നേരം കയറിയാലും ഇതിൽ കളിക്കണം എന്നാട്ടോ. പക്ഷേ അതിൻ്റെ അടിയിൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മതി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാലവാടിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്തത് പോകുന്നത് നമ്മുടെ കൂറ്റനാടിക്കാണ് ഗൈസ്. വേറെ ഒന്നല്ല, സ്കൂൾ തുറക്കാറായി. ബാഗ് എടുത്തിട്ടില്ല ബേബിക്ക്. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യണം. കൂറ്റനാട് ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൂട്ടെ. അപ്പോൾ എന്താ വിചാരിച്ചോ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ. വലിയ ലാഭമൊന്നും എനിക്ക് അതിൽ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. പിന്നെ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം.
പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് മാവേലിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. മാവേലിയിൽ അരിയും പഞ്ചസാരയും ഒക്കെ കാർഡിനെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് വാങ്ങിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ബേബിക്ക് ചോക്കോസ് അല്ല എന്താ ന്യൂട്രല്ല വേണമെന്ന് കുറേ പറഞ്ഞായിരുന്നു കേട്ടോ. കുറേ ആയി അവൾ പറയണു. എത്ര കാലമായി അറിയോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയും പിന്നെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് അവസാനം വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാ സാധനവും ഉണ്ട്. പുതിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റേതായ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടുത്തെ ബാഗും കാര്യങ്ങളൊന്നും ഇഷ്ടമായില്ല അവൾക്ക്. പിന്നെന്താ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. അങ്ങനെയാണല്ലോ. പിന്നെ ആട്ടപ്പൊടി ഒരു പാക്കറ്റ് അവിടെ നിന്ന് വാങ്ങി, രാഗിപ്പൊടി വാങ്ങി, ഓട്സ് വാങ്ങി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. കുഴപ്പമില്ല എന്ന് തോന്നിയത് മാത്രം വാങ്ങി. വലിയ സാധനങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കായിരുന്നു ചേച്ചിമാരോട് എവിടെയാണ് സാധനങ്ങൾ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഓരോന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മോട് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഉമ്മയ്ക്കൊന്നും വേണ്ട, അമ്മ എന്തോ വെള്ളം കലക്കണ പൊടിയോ അങ്ങനെ ചെറുതെന്തോ എടുത്തോളൂ കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു. ഏതായാലും വന്നതല്ലേ എല്ലാവിടെയും ഒന്ന് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തൈര് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഫുള്ള് ഓരോ ജ്യൂസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ജ്യൂസുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ വേദുവിൻ്റെ കണ്ണൊക്കെ അങ്ങനെ മഞ്ഞളിക്കാൻ തുടങ്ങി. ഒരു ജ്യൂസിന് 150 രൂപയുടെയൊക്കെ പെട്ടിയൊക്കെ അവിടുത്തെ വന്ന്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് വെച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി അവിടെ നിന്ന് വാങ്ങാൻ വെച്ചു. പച്ചക്കറിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഓക്കെ ഐറ്റമാണ്. പിന്നെ ഇപ്പോൾ ഇവരിങ്ങനെ ഓരോരുത്തർ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങുമ്പോൾ വലിയ ഹൈപ്പൊക്കെ കൊടുക്കും. ആ ഹൈപ്പിന് മാത്രമൊന്നുമില്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വാങ്ങാം. അല്ലാണ്ട് എല്ലാറ്റിനും ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലതിനൊക്കെ ഒന്നിനും എടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ എന്നിട്ട് വാങ്ങിയതിന് 150 രൂപ. ഞാൻ പറഞ്ഞു അതേപടി അവിടെ വെച്ചോളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ വെച്ചു. ആദ്യം ഒന്ന് കറിയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ വെച്ചു ഒന്നും എടുത്തില്ല. എന്നിട്ട് ചെറിയൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി. പച്ചക്കറി എന്ന് പറയുന്നില്ലേ, ക്യാരറ്റ് അങ്ങനത്തെ എന്തോന്ന് ഉള്ളി എന്തോ വാങ്ങി. ഉള്ളിക്ക് എത്ര കിലോന് 20 രൂപയുള്ളൂ അവിടെ. കടയിൽ നിന്ന് എത്ര 25 കാര്യങ്ങൾ എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ വേറെ ഒന്നും വാങ്ങണ്ട, പുറത്തുനിന്ന് വാങ്ങാം. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് കട ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട്. ഒന്നും ഇല്ലാത്തതായിട്ട് അവിടെ ഇല്ല. അരി എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറേ പേര് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പിന്നെ ബൂസ്റ്റ് വാങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം. പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു. പിന്നെ നട്ട്സിൻ്റെ ഭാഗത്തേക്ക് പോയി. ഞാൻ കുറച്ച് നട്ട്സ് വാങ്ങിയാലോ വിചാരിച്ചപ്പോൾ തീ പൊള്ളണ വില കേട്ടോ. 1 കിലോന് 1000 കിലോന് 1000 രൂപ അങ്ങനെയൊക്കെയാണ് ഓരോ നട്ട്സിന്. പിന്നെ ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ക്വാളിറ്റി ഇല്ലാത്തതിന് വില കുറവ് ഉണ്ടായിരിക്കും. പിന്നെ കുറേ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ആദ്യം ഒന്ന് എടുക്കാനൊക്കെ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു എടുക്കണ്ട, വേറെ മിഠായി വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് ഒന്നും വാങ്ങിയില്ല, നട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ മതി, ബില്ലാക്കാൻ പോവാൻ, ഇനി അവിടെ നിന്ന് ശരിയാവില്ല. അവൻ ബാഗൊക്കെ എടുത്തിട്ട് ട്രോളിയിൽ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബാഗൊന്നും ഇവിടുന്ന് വാങ്ങണ്ട, വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങാൻ പറഞ്ഞു. അവസാനം ഞാൻ ബില്ലാക്കാൻ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ വെക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗ് വാങ്ങാൻ ഷഹനാസിക്ക് കയറി. പിന്നെ ഇവിടെയും ബാഗിൻ്റെ കളക്ഷനൊക്കെ കഴിഞ്ഞു. ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഒന്നുമില്ല. അവസാനം ഇവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞു അവളോട് എന്തും വന്നാലും വേണ്ടില്ല, ഒരു ബാഗ് അങ്ങോട്ട് സെലക്ട് ചെയ്തോ, ലൈറ്റ് ബാഗ് മാത്രം എടുക്കരുത് എന്ന് അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അവൾക്ക് ഇഷ്ടമായതാ ഈ ബാഗാണ് ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവൾക്ക് ഏത് പട്ടും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം പർപ്പിള് ബാഗൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ചളിയാവും. ഇവനാണെങ്കിൽ ഒട്ടുക്കത്തെ കറച്ചില്ല. അവനെ വലിയ ബാഗ് വേണേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അവസാനം ഈ ബാഗ് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അത് 200 സംതിങ് ഉള്ളൂ കേട്ടോ. അപ്പം എന്നാൽ അത് വാങ്ങിക്കൊടുത്തു. ബാലവാടിക്ക് പോകുമ്പോൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇനി നമുക്ക് കണ്ടറിയാം അവനത് ഇടൂല്ലേ എന്നൊക്കെ. അവസാനം നോക്കിയിട്ട് അവൾക്ക് ഈ ബാഗാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരുപാട് ബാഗ് ആ ചേച്ചി കാട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡാർക്ക് കളർ വാങ്ങിയാൽ മതി, കാരണം പെട്ടെന്ന് ചളിയാവുമല്ലോ. ഈ പിങ്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചളി വേഗം ആവും ചെയ്യും കേട്ടോ. അവസാനം അതന്നെ വാങ്ങി, വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ പൊട്ട് വാങ്ങാണ്ടായിരുന്നു, ഒരു പൊട്ടും വാങ്ങി. അവൾക്ക് എനിക്കൊരു പൊട്ടും വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇനി മതി, ഇനി ഇവിടുന്ന് വേറെ ഒന്നും വാങ്ങാനില്ല, വേഗം ബില്ല് കൊടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയിട്ടോ ഗൈസ്. അത്രയ്ക്ക് ഞങ്ങൾക്ക് വയ്യാതെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നടന്ന് മാവേലിക്ക് എത്തി. ഇവിടെയാണല്ലോ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ലാഭത്തിന് കിട്ടും, കാർഡിന് കിട്ടുമല്ലോ. അപ്പോൾ അരി, അതുപോലെ തന്നെ പഞ്ചസാര, അങ്ങനത്തെ കാര്യങ്ങൾ, മുളകൊന്നുമില്ല കേട്ടോ.
മല്ലി കിട്ടി. പിന്നെ പരിപ്പ്, ഉഴുന്ന്, കടല, ചെറുപയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടുന്ന് വാങ്ങി. പിന്നെ അവനോട് ആ ചേച്ചി ഒന്ന് ചോദിച്ചു, മാഗി ഉണ്ട് ഇവിടെ, വേണമെന്ന് ചോദിച്ചു. കേട്ടപ്പോൾ അത് കേൾക്കാതെ മതി അവൻ അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് അവിടെ വയ്യാതെ ഇരുന്നു. അപ്പോഴേക്ക് ഏട്ടൻ വന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് പിന്നെ ഞങ്ങളിന്ന് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. വാഫ് ബിരിയാണി വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.